ED വീണ്ടും ഇടിച്ച് മമത എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. സംഭവം ഇതാണ്, അതായത് EDയുടെ റെയ്ഡ് ബംഗാളിൽ കൊൽക്കത്തയിലെ തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻസി ആയിട്ടുള്ള ഐപാക്കിൻ്റെ ഓഫീസിൽ നടക്കുന്ന സമയത്ത് അവിടേക്ക് റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുന്നു. അവർ കുറച്ച് പോലീസുമായി എത്തി ആ ഫയലുകളും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളും, അതായത് മെമ്മറി കാർഡ് അടക്കമുള്ള സാധനങ്ങളുമായിട്ട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇരച്ചെത്തി മമത എന്ന് ആ ബോക്സിൽ അവർ കൊടുത്തിരിക്കുന്നു. ഐപാക്ക് എന്ന് പറയുന്നത് അവർ ഒരു തെരഞ്ഞെടുപ്പ് ഏജൻസി പോലെ ഈ കാര്യങ്ങൾ കൺസൾട്ടേഷനും മറ്റ് ആളുകളുമായിട്ടുള്ള ഈ ബന്ധം ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ട് തൃണമൂലിന് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്ത സമയത്ത് രൂപീകരിച്ചതാണ്. ഏതായാലും അവിടുത്തെ ഓഫീസിലേക്ക് നേരിട്ട് വരുന്നു, പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ എത്തുന്നു, ഫയലുകളായി മടങ്ങുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമായി മാറുന്നു. മമത നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള ചില പ്രതികരണങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിച്ച ഒരാളും കൂടിയാണ്. കാരണം നേരത്തെ അമിത്ഷായുടെ ഒരു പര്യടനം നടക്കുന്ന സമയത്ത് ബംഗാൾ കൊൽക്കത്ത നഗരത്തിൽ റോഡിൽ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റിന് വേണ്ടി നേരിട്ടിറങ്ങിയ ഒരാളാണ് മമതാ ബാനർജി. പണ്ട് CPM ഭരിക്കുന്ന സമയത്ത് അന്ന് CPMൻ്റെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹവുമായി കൊൽക്കത്ത നഗരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധ റാലി നടത്തിയ മമതയാണ്. ആ മമതയുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുന്നതിലെ പ്രധാനപ്പെട്ട സംഭവം തന്നെ അതായിരുന്നു. ഏതായാലും EDയെ വീണ്ടും ഇടിച്ചിട്ട് എന്ന് പറയുന്നു, റെയ്ഡിനിടയിൽ കടന്നു കയറി ഫയലുകളുമായി മടങ്ങി എന്ന് പറയുന്നു. അതൊരു വലിയ വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടെ മലയാളത്തിലെ മിക്ക പത്രങ്ങളും നൽകിയൊരു വാർത്ത എന്ന് പറയാം. ED വാർത്തയിൽ തന്നെ നമുക്ക് നിൽക്കാം. കാരണം ഒന്ന്, ED ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ എന്നൊരു വാർത്ത ഇന്ന് ഒന്നാം പേജിൽ മറ്റ് പത്രങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. എല്ലാ പത്രങ്ങളും, അതായത് മലയാള മനോരമ അടക്കം നൽകിയിരിക്കുന്നു. ആ വാർത്ത ഇന്ന് ചില പത്രങ്ങളുടെ മെയിൻ സ്റ്റോറി കൂടിയാണ്. ഏതായാലും ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം മാതൃഭൂമി ജോലി തട്ടിപ്പ്, കേരളമടക്കം 6 സംസ്ഥാനങ്ങളിൽ ED റെയ്ഡ് എന്നുള്ള വാർത്ത മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ കാണാം. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ രാജ്യവ്യാപകമായി നടന്ന തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടന്നിരിക്കുന്നു. ഇത് ഒരു ബീഹാറിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ടും കൂടിയാണ്. കാരണം ബീഹാറിലും പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നു. അതിനെ തുടർന്നുള്ള ഒരു റെയ്ഡ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്.